അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സൺഡേ ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചോ? ഇപ്രാവശ്യം സൺഡേ വ്ളോഗ് ഇല്ല കേട്ടോ, പകരം സാറ്റർഡേ വ്ളോഗാണ്. സൺഡേ എനിക്ക് 2-3 വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് തീർത്ത് സമാധാനമായിട്ട് വ്ളോഗൊന്നും എടുക്കാണ്ടിരുന്നു. നമുക്ക് എക്സ്ട്രാ വർക്ക് ഉണ്ടെങ്കിൽ വ്ളോഗ് എടുക്കലും നടക്കൂല കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ പിന്നെ വേഗത നമ്മൾ പാല് വന്നപ്പം ചായ വെക്കാൻ വേണ്ടിയിട്ടുള്ള പുറപ്പാടാണ്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക, എന്താണ് സൺഡേ എന്തായിരുന്നു സ്പെഷ്യൽ എന്നുള്ളതൊക്കെ പറയാം കേട്ടോ. പിന്നെ ഇക്ക സൺഡേ പോകും ചെയ്തിട്ടുണ്ടായിരുന്നു കോയമ്പത്തൂർ. അതുകൊണ്ട് നമുക്ക് സൺഡേ അങ്ങനെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാറ്റർഡേ നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ റെസിപ്പിയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ഒത്തിരി ലൈക്സും കമൻസും ഒക്കെ വന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്ത് പോകുന്നത്. പാല് ചിന്തേണ്ട ഒരു അവസ്ഥയെന്നു കേട്ടോ. വെക്കേഷനൊക്കെ നിങ്ങൾ എപ്പോഴാണ് പോണേ നാട്ടിൽ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. ഞാൻ 23-നോ 24-നോ ഒക്കെ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്നാന്നുള്ളത് ഫിക്സ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ 23 ഈവനിങ് പോകും, അല്ലെങ്കിൽ 24 മോർണിംഗ് ഡയറക്റ്റ് ബസ്സിൽ തന്നെയാണ് കേട്ടോ പോകാൻ പ്ലാൻ ചെയ്യണത്. ബസ്സുണ്ട്, ഇക്ക വണ്ടി കൊണ്ട് പോയി, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും ഡ്രൈവറിനെ വെച്ചിട്ട് പോകാമെന്നൊക്കെ വിചാരിച്ചാണ്. പിന്നെ ഭയങ്കര ഈസി ആയിട്ട് എന്താ ബസ് തന്നെയല്ലേ സുഖം, അപ്പോൾ ബസ്സിൽ കയറാമെന്ന് വിചാരിച്ചു. ലഗേജും കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല, കാരണം ഞാൻ ഇവിടെ പാക്ക് ചെയ്ത് വെക്കും, ഇക്ക വരുമ്പോൾ എടുത്തിട്ട് വരും. മറ്റേത് ജസ്റ്റ് ഒരു ട്രാവൽ ബാഗ് മാത്രം, അത് കുട്ടികൾ പിടിക്കുകയും ചെയ്യും കേട്ടോ. പിള്ളേരൊക്കെ വലുതായപ്പം ഇപ്പം ബിസിനസ്സും തുടങ്ങിയപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കേട്ടോ. അതിന് മുമ്പ് ഭയങ്കര പേടിയായിരുന്നു പോവാനും വരാനും ഒക്കെ. ഇപ്പൊ പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചായക്കായി ഞാൻ വേഗം പോയി ചായ കുടിച്ചു. എനിക്ക് ഈ കാലാട്ടിൽ ശീലം അത് നിൽക്കുന്നേ ഇല്ല, ഇടയ്ക്ക് ഓർമ്മ വരുമ്പോ ഒന്ന് നിർത്തും. പണ്ട് സ്കൂളിൽ പഠിക്കണ സമയത്ത് കിട്ടിയ സാധനമാണ്. ക്ലാസ്സിലിരുന്നിട്ട് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ ദിവസമായി ഇങ്ങനെ വിചാരിക്കണം. അപ്പൊ ഞാൻ ചായ കുടി കഴിഞ്ഞിട്ട് നേരെ പോയി ഉണ്ണിയപ്പത്തിനുള്ള കൂട്ടുണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചിട്ടോ. തലേ ദിവസം തന്നെ 2 കപ്പ് പച്ചരി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലോട്ട് ഇതാ ഇത്രയും അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ഫുള്ളില്ല. ഇതാണ് നമ്മൾ തലേ ദിവസം കുതിർക്കാനിട്ട പച്ചരി. അപ്പൊ ഞാൻ എപ്പോഴും 2 കപ്പിലുണ്ടാക്കുക, എനിക്ക് അതാണ് കംഫേർട്ട് കേട്ടോ. കൂടുതൽ ഉണ്ടാക്കുമ്പോൾ അത്ര ശരിയാവാറില്ല. ഇതന്നെ ഞാൻ ഓയിൽ കൂടുതൽ ഒഴിക്കാണ്ടായപ്പോൾ ഇത് ഉണ്ണിയപ്പാണോ പണിയാരാണോ എന്ന് പലരും ചോദിക്കാറുണ്ട്. പക്ഷെ ഓയിൽ അധികം ഒഴിക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നമ്മൾ ഉണ്ണിയപ്പം കുഴിയിൽ നിറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ടാക്കുമ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ഷേപ്പ് വരിക. പിന്നെ കളർ കിട്ടാനും മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കാറുണ്ട് എന്നും കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ശർക്കര ഉരുക്കി അവിടെ വെച്ചിട്ടുണ്ട്. അത് ചൂടാറിയിട്ടേ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ വേഗം പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും ഇവിടെ ഉപ്പാക്ക് പ്രത്യേകിച്ച് ശർക്കര മധുരമുള്ള ഈ പണ്ടത്തെ പലഹാരങ്ങൾ, കലത്തപ്പം, ഉണ്ണിയപ്പം ഇങ്ങനത്തെയൊക്കെ കഴിക്കാൻ ഭയങ്കര പൂതിയുണ്ട്. കലത്തപ്പം ഉണ്ടാക്കാനുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്ക് വന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാൻ ഇത് അരിച്ചിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. പച്ചരി ഇത് വെള്ളമൊക്കെ വാർന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തു. 2 ഏലക്ക ഇതിന്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ഈ ശർക്കര വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് അടിച്ചു കൊണ്ടുവരണം. കുറച്ച് തരിയെ പാടുള്ളൂ കേട്ടോ ഉണ്ണിയപ്പത്തിലേക്ക്. അപ്പൊ അത്രയും അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലോട്ട് 2 മൈസൂർ പഴം, പാളയംകോടൻ പഴം ഇങ്ങനെയൊക്കെ പറയുന്ന ഒന്നല്ലേ മൈസൂർ പഴം, 2 എണ്ണമാണ് കേട്ടോ 2 കപ്പ് പച്ചരിയിലേക്ക് വേണ്ടത്. ഞാൻ പിന്നെ സോഡാപ്പൊടി കാര്യങ്ങളൊന്നും യൂസ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ പുളിപ്പിച്ചെടുക്കുക കേട്ടോ ചെയ്തത്. ഇതുപോലത്തെ പഴം 2 എണ്ണമാണ് 2 കപ്പ് പച്ചരിയിലേക്ക് വേണ്ടത്. ഇനി ഇതും നന്നായിട്ട് അരിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ഇതുപോലത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുന്നുണ്ട്. 2 പീസ് പഴം അടിഞ്ഞിട്ടില്ല, അതങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ മാറ്റിയിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് ഇനി ഈവനിങ് നമുക്കിത് നോക്കിയാൽ മതി. രാത്രി പച്ചരി വെള്ളത്തിലിട്ടു, രാവിലെ കൂട്ടുണ്ടാക്കി വെച്ചു കേട്ടോ. അപ്പൊ ഇന്ന് രാവിലെ തന്നെ ഞാൻ സാമ്പാർ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വറുത്തരച്ച സാമ്പാർ. നമ്മള് എന്താ പറയാ, എപ്പോഴൊന്നും ഉണ്ടാക്കൂല കേട്ടോ സാമ്പാർ. ഉണ്ടാക്കുമ്പോ അത്യാവശ്യം കഷ്ണങ്ങൾ വേണം. പക്ഷെ ഇപ്രാവശ്യം മുരിങ്ങക്കായ ഉണ്ടായില്ല, മെയിൻ ആയിട്ട് ഉണ്ടായില്ല കേട്ടോ. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഉണ്ടാക്കുക വിചാരിച്ച് വെജിറ്റബിളൊക്കെ പോയി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന്. പിന്നെ അവിടേക്ക് ഒന്ന് തുടച്ച് സെറ്റാക്കി നമ്മൾ കുക്കറൊക്കെ എടുത്ത് പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുകയാണ് കേട്ടോ.
അത്യാവശ്യം പരിപ്പ് വേണം. ഞാൻ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ അറിയാലോ, ഒരു വലിയ ചട്ടി സാമ്പാർ വെക്കും. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് നമുക്ക് കൂടുതൽ കറി വേണ്ടത്. ഉച്ചയ്ക്ക് അത്രയ്ക്ക് അതിന് കറിയൊന്നും ആവശ്യമില്ല കേട്ടോ. അപ്പൊ 2 ദിവസം രാവിലെയും ഉച്ചയ്ക്കും എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ തീരും. ഈ ക്വാണ്ടിറ്റിയിൽ വെച്ചാലും തീരും. ഓക്കെ, അപ്പൊ നിങ്ങൾ കണ്ടിട്ട് ഞെട്ടരുത്. ഞെട്ടിക്കൽ സാമ്പാറായി പോകും ഇത്. എന്തായാലും നമുക്കും എന്തെങ്കിലുമൊക്കെ ഞെട്ടിക്കൽസ് വേണ്ടേ അല്ലേ. അങ്ങനെ പരിപ്പ് കഴുകിയിട്ട് അതിലോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കുക്കറിൻ്റെ അടപ്പൊക്കെ ഒന്ന് കഴുകി വെള്ളം ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഇത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഞാൻ സിമ്മിലാണ് വെച്ചത്, ഹൈ ഫ്ലെയിമിൽ വെച്ചില്ല, പെട്ടെന്ന് തിളച്ച് ചിന്തിയാലോ എന്ന് വിചാരിച്ചിട്ട്. നമ്മുടെ ബാക്കിയുള്ളതൊക്കെ ആകുമ്പോഴത്തേക്കും ആയാൽ മതിയല്ലോ എന്നും പറഞ്ഞ് ഫ്ലെയിം അധികം ആക്കിയില്ല കേട്ടോ. പിന്നെ നമ്മൾ കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുക്കുകയാണ്. വഴുതനങ്ങ എടുക്കുന്നുണ്ട്, ക്യാരറ്റ് എടുക്കുന്നുണ്ട്, ഉരുളക്കിഴങ്ങ്, പിന്നെ നമ്മുടെ പച്ചമുളക്, അതുപോലെ കുമ്പളങ്ങ. നല്ല കല്ല് കുമ്പളങ്ങ ആയിരുന്നു. കല്ല് കുമ്പളങ്ങ ഉണ്ടെങ്കിൽ തന്നെയാണ് അത് സൂപ്പർ ആയിരിക്കുക. പിന്നെ എത്ര വറുത്തരച്ചാലും എനിക്ക് 2-3 സ്പൂണ് സാമ്പാർ പൊടി ഇടാണ്ടിരുന്നാൽ ആ ഒരു കളറ് കിട്ടാൻ എനിക്കത് വേണം എന്നൊരു ഇതാണ് കേട്ടോ മൈൻഡിൽ. കുറെ കാലമായിട്ട് അങ്ങനെ തന്നെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിന്റെ മണവും ഗുണവും ഒക്കെ കിട്ടാൻ വേണ്ടി ഞാനൊരു 2-3 സ്പൂണ് നമ്മുടെ സാമ്പാർ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം സാമ്പാർ പൊടിയാണ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ നമ്മൾ കായപ്പൊടി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ എല്ലാം മുറിച്ച് ഇതുപോലെ ഒരു പാത്രത്തിലോട്ടാക്കി അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ നമ്മുടെ ഈ ഒരു ചട്ടിയിലോട്ട് ഒഴിച്ചു. ഇനി ഇതിലോട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും, പല ആൾക്കാരും വെളുത്തുള്ളി യൂസ് ചെയ്യില്ല, ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതാ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തു. മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ടാണ് ഇത് വേവിക്കാൻ വേണ്ടി വെക്കേണ്ടത്. പച്ചമുളകും ചേർത്തി കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മുരിങ്ങക്കായ ഉണ്ടെങ്കിൽ അതും ചേർക്കുക കേട്ടോ. അടച്ചു വെച്ചിട്ട് നമുക്കിതങ്ങ് വേവിക്കാൻ വേണ്ടി വെക്കുക. ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ കുറച്ച് പണികളൊക്കെ വേഗം തീർക്കാന്ന് വിചാരിച്ചു. ഇത്രയും കഷ്ണങ്ങളൊക്കെ വെന്ത് വരണ്ടേ, ആ കറിയൊക്കെ അങ്ങ് തിളച്ച് വരണ്ടേ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഫ്രൈഡേ നൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അപ്പോൾ കുറേ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലെല്ലാം അഴുക്കാണോ ചോദിച്ചപ്പോൾ ഇങ്ങനെ ചിലത് അഴുക്കല്ല, അത് മാറ്റി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അഴുക്കായ എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ റിഹാൻ എന്തൊക്കെയോ കളിയാക്കുകയാണ് കേട്ടോ. ഞാനും ഇക്കയും കൂടി. അവനക്ക് ഓരോ ദിവസം എണീക്കുമ്പോൾ ഓരോരോ ആഗ്രഹങ്ങളാണ്. ഇന്ന് അവനക്ക് സയന്റിസ്റ്റ് ആവണമെങ്കിൽ നാളെ അവനക്ക് ബൈക്ക് റൈസർ, അത് കഴിഞ്ഞിട്ട് അവനക്ക് ബോക്സിംഗ് പഠിക്കണം. ഇങ്ങനെ പല പല ആഗ്രഹങ്ങളാണ് കേട്ടോ ഉള്ളത്. ഏതിലെങ്കിലും ഒന്നിൽ ഉറച്ചു നിൽക്കുമോ എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കളിയാക്കുകയാണ്. പിന്നെതാ വേഗം ഞാൻ അടിച്ചു വാരാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു. അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് അയാൻകുട്ടിക്ക് ഇന്ന് ട്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ, സാറ്റർഡേ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ദോശയും സാമ്പാറും അവനക്ക് ആവൂല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇനി ബാക്കി അവൻ ട്യൂഷൻ പോയി വന്നിട്ട് ദോശയും സാമ്പാറൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. അവനങ്ങ് പോകുകയും ചെയ്തു കേട്ടോ. 8:50 സാമ്പാറൊക്കെ ആയി നമ്മൾ കഴിക്കുമ്പോഴത്തേക്കും 10 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്രാവശ്യം. അങ്ങനെ ഉരുളക്കിഴങ്ങൊന്ന് വെന്തോ നോക്കി, വെന്തിട്ടുണ്ടായിരുന്നു. അപ്പുറത്ത് പരിപ്പും വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേങ്ങയുടെ പരിപാടി, തേങ്ങ വറുത്തരയ്ക്കണല്ലോ. ഇതാണ് സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും വലിയൊരു ടാസ്ക്, തേങ്ങ വറുക്കാനല്ലേ. എനിക്ക് അതന്നെയാണ് കേട്ടോ. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് ചാറാകുമ്പോൾ പച്ചയ്ക്ക് അങ്ങ് അരച്ച് ചേർത്തിയാൽ മതി. അങ്ങനെ ഞാൻ 2 തേങ്ങയാണ് കേട്ടോ സാമ്പാറിന് എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ഉണ്ടാക്കാറുണ്ട് എന്ന്. തേങ്ങ കുടച്ച് വെള്ളമൊക്കെ എടുത്ത് അതൊന്ന് അരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ അതൊന്ന് കുടിച്ചു. നല്ല മധുരം ഉണ്ടായിരുന്നു. നമ്മുടെ തെങ്ങിന്ന് 2 ദിവസം മുന്നേ ഇട്ടതാണ്. നമുക്ക് തെങ്ങ് കയറാൻ ആളെ കിട്ടിയപ്പം തേങ്ങ ഇനി കുറച്ച് ദിവസത്തിന് വാങ്ങിക്കേണ്ടി വരില്ല. നമ്മൾ ഇടക്ക് വാങ്ങിച്ചു. ഏകദേശം ഒരു 1 മന്തോളം നമ്മൾ തേങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 1-2 മന്തൊക്കെ ആയി തോന്നുന്നു ആളെ കിട്ടാണ്ടായപ്പോഴേ. ഇപ്രാവശ്യം ചെറിയ തേങ്ങയാണ് തെങ്ങിലുള്ളത്, പക്ഷെ ഉള്ള തേങ്ങ നല്ല കാമ്പുള്ള തേങ്ങയാണ് കേട്ടോ. അപ്പൊ നമുക്കിനി തേങ്ങ വറുത്ത് അത് അരച്ചെടുക്കണം. ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് എണ്ണ ഒഴിച്ചിട്ട് ഒരു 3/4 ഭാഗമായിട്ട് ഉലുവ ഇട്ടിട്ടുള്ളൂ. പിന്നെ ചെറിയ ജീരകം അത്ര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 തേങ്ങ, വെളുത്തുള്ളി,
ചെറിയ ഉള്ളിക്ക് പകരം വലിയ ഉള്ളി എടുത്തു. ചെറിയ ഉള്ളി നന്നാക്കാൻ മടിച്ചിട്ടേ വലിയ ഉള്ളി എടുത്തു. പിന്നെ കറിവേപ്പില എടുത്തു. ഇനി ഇത് നന്നായിട്ട് വറുക്കുക. ചെറിയ ഉള്ളി എടുക്കണം കേട്ടോ, എന്നെ പോലെ മടിയൊന്നും കാണിക്കരുത്. പക്ഷെ നമ്മുടെ സാമ്പാർ എപ്പോഴും സൂപ്പർ തന്നെയാണ്, അത് വേറെ കാര്യം. പിന്നെ നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. മഞ്ഞപ്പൊടി വേണ്ട കേട്ടോ, ഓർമ്മയില്ലാണ്ട് എടുത്തതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ സാമ്പാർ പൊടി കേട്ടോ എടുത്തത്. ഇത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുക. ഫുൾ മല്ലിയും പിന്നെ വറ്റൽ മുളകായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിലോട്ട് മഞ്ഞൾപ്പൊടി വേണ്ട, കായപ്പൊടി വേണം കേട്ടോ. ഞാൻ സാമ്പാർ പൊടി എടുത്തല്ലോ എന്നും പറഞ്ഞ് എക്സ്ട്രാ കായപ്പൊടിയൊന്നും ഇട്ടില്ല. ഇനി നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇതുപോലെ ചൂടാറിയിട്ട് വേണം ആക്കാൻ. എന്നെ പോലെ ചൂടോടുകൂടി ആക്കരുത് കേട്ടോ. ഞാൻ ചൂടാറിയിട്ടേ ഉള്ളൂ, ഇതൊന്ന് അടിച്ചെടുക്കുള്ളൂ ഇങ്ങനെ ആക്കിയാലും. പിന്നെ അത് അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മൾ വെന്ത കഷ്ണത്തിലോട്ട് പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും കറിക്ക് അത്യാവശ്യം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 2 കപ്പോളം പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയൊക്കെ എന്നുള്ളത് ഉണ്ട്, അത്രയൊക്കെ വേണം. അപ്പോൾ പുളി പിഴിഞ്ഞതും കൂടി ഇതുപോലെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിലിട്ട പുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 2 മിക്സിയിൽ ജാറിലാക്കിയിട്ടാണ് ഇത് വെള്ളം ചേർക്കാണ്ട് അരച്ച് കൊണ്ടുവന്നത്. ശരിക്കും പറഞ്ഞാൽ നോമ്പിനൊക്കെ മുമ്പ് നമുക്ക് ഇതുപോലെ തേങ്ങയൊക്കെ വറുത്ത് വെച്ച് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ സാമ്പാറാക്കാനും ചിക്കൻ കറി ആക്കാനും ഒക്കെ മസാല അപ്പിട്ടാൽ മതി കേട്ടോ. തേങ്ങ മാത്രം വറുത്തുകൊണ്ട് വെച്ചാൽ മതി, ഈസിയാണ്. ഇനി നെക്സ്റ്റ് നോമ്പിനൊക്കെ അങ്ങനെ ചെയ്യണം എനിക്ക്, നോമ്പാവാനായല്ലോ. പിന്നെ ഇതാ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് താളിച്ചു അവിടെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ തലേദിവസം തലേദിവസമല്ല 2 ദിവസം മുന്നേ ആട്ടി വെച്ചതാണ്. ഞാൻ എക്സ്ട്രാ പുറത്ത് വെച്ചൊന്നും കുളിപ്പിച്ചിട്ടില്ല കേട്ടോ, ഫ്രിഡ്ജിലായിരുന്നു. അത് ഉഴുന്നിന്റെ ചൊവ്വയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഉപ്പിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് റോസ്റ്റ് ഉണ്ടാക്കാം. സാമ്പാറും റോസ്റ്റും ഇതിന് പകരം ഉണ്ടല്ലോ മസാല ദോശ ഉണ്ടാക്കിച്ച എന്താ പറയാ, അത് വേറെ ലെവലാ. പക്ഷെ എനിക്ക് സമയം കിട്ടൂല എന്ന് ഉറപ്പായിരുന്നു കേട്ടോ. പിന്നെ തലേദിവസം സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചാണെങ്കിൽ നമുക്ക് സമയം കിട്ടും. ഇങ്ങനത്തെ കറികളൊക്കെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ചേരുമ്പോൾ തന്നെ കുറച്ച് വലുതാകും. അപ്പോൾ പ്രോസസ്സ് കൂടുകയും ചെയ്യും. ഇവിടെ പിന്നെ വലുതാകണം പറഞ്ഞിട്ട് കൂടുതൽ ആഡ് ചെയ്യുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഉപ്പ് എന്തോ കമ്മി ഉണ്ടായിരുന്നു, അത് ഉമ്മയൊക്കെ ഇട്ട് സെറ്റാക്കി ഇക്കാക്ക് കഴിക്കാൻ കൊടുത്തു, റിഹാൻ കൊടുത്തു, ആപ്പാക്കും കൊടുത്തു, ഉമ്മാക്കും കൊടുത്തു, ഞാനും ഇരുന്നു. അയൻകുട്ടിയാണ് സാമ്പാറും അങ്ങനെ നെയ് റോസ്റ്റിന്റെ ഒക്കെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആള്. അവന് ഇനി ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ട് ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി സ്റ്റൗവൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾക്ക് കുറെ കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ജിനിയുടെ വീഡിയോ ഒരു ബോറടി ഇല്ലാട്ടോ. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്ന സമയമാണ് മിക്കവാറും ജിനിയുടെ വീഡിയോ കാണാറ്. താങ്ക് യു സോ മച്ച് മുത്തേ. 2 മണിക്കാണ് നമ്മുടെ വീഡിയോ പബ്ലിക് ആവുക. അപ്പൊ മാക്സിമം എല്ലാവരും കാണുക കേട്ടോ. പിന്നെ ജിനി മോളുടെ കുടുംബം എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ മോളെന്നൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കുട്ടികളെയും ഉമ്മാനെയും ഉപ്പാനെയും ഇക്കാനെയും എല്ലാവരെയും ഇഷ്ടമാണ്. മോളുടെ വ്ളോഗ് കണ്ടു തുടങ്ങിയപ്പോൾ മുതൽ എന്നും കാണും, പക്ഷെ കമന്റ് ഇടാറില്ലായിരുന്നു. കമന്റ് ഇട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കമന്റ് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്, നമുക്ക് എന്തോ അവാർഡ് കിട്ടിയ പോലെയാണ്. അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും കമന്റ് ഇടുക ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ ചായ വെക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തിട്ട് വന്നു. ഇനി ചായ എല്ലാം വെക്കണം. പിന്നെ ഈ വാൾപേപ്പറൊക്കെ നമുക്ക് ഇനി മാറ്റണം. ന്യൂ ഇയറിന് വേറെ എന്തെങ്കിലും സെറ്റ് ആക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വീട്ടിൽ പോയി വരട്ടെ എന്തായാലും. ഇനിയിപ്പോ കുറച്ചു ദിവസം അവിടെ ആയിരിക്കുമല്ലോ, എൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. വ്ളോഗ് എടുക്കണം എന്നൊക്കെ ഉണ്ട്, എന്നെക്കൊണ്ട് പറ്റുമെന്ന് അറിയില്ല. അവിടെ പോയാൽ ഭയങ്കര മടിയാണ്. പിന്നെ എൻ്റെ സ്വന്തം വീട് ഒറ്റപ്പാലം, അവിടെ എപ്പോഴും മുളക് വറുത്ത പുളി ഉണ്ടാക്കാറുണ്ടായിരുന്നു. ഹസ്ബൻഡിന്റെ വീട് പാലക്കാട് സൈഡാണ്, അവിടെയും എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. അത് ടേസ്റ്റ് ഉണ്ട്. മാന്തൾ മീനിന്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ അതിന്റെ ടേസ്റ്റ് ഇത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് കമന്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം റീച്ചായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ സിമ്പിൾ കറികൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ ഹായ് ഡിയർ, പതിവ് പോലെ ഞാനും ഇന്നും എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഹായ്, പണിയാരം സൂപ്പർ, കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നു. താങ്ക് യു സോ മച്ച്. അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. എനിക്ക് ജിനിയുടെ ചായ ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ചായ നമുക്ക് ഡെയിലി ഉള്ള പണിയല്ലേ ഇതൊക്കെ. അതെ ഡെയിലി ഉള്ള തന്നെയാണ് കേട്ടോ. പിന്നെ ഫസ്റ്റ് വളരെ വിഷമാണ്. എന്തിനാണ്
ജിനിയുടെ വ്ലോഗ് ഫുള്ളും കാണാറുണ്ട് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. സ്റ്റീൽ കറി പാത്രത്തിലേക്ക് ആക്കൂലേ ചാർ ഒഴിക്കുമ്പോന്നു? എനിക്ക് മനസ്സിലായില്ല. സ്റ്റീൽ കറി പാത്രം ലീക്ക് ആവൂലേന്നാ ചാറ് ഒഴിക്കുമ്പോ? സ്റ്റീലോ? എന്ത് ലീക്ക് ആവൂലെന്ന് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താണ് ഉദ്ദേശിച്ചെന്നുള്ളത് കേട്ടോ. അത് നമുക്ക് അവരിനി കമന്റ് ഇടുകയാണെങ്കിൽ ഒന്ന് ക്ലാരിഫൈ ചെയ്ത് തരാൻ പറയാല്ലേ. ഹലോ ഹായ് എന്നൊക്കെ പറഞ്ഞു കുറേ ഉണ്ട്. ഉള്ളി കേടുവരാതെ ഇരിക്കാൻ ചേർക്കുന്നതാണ്. എന്തിലാണ് അത്? ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ എന്തോ പറഞ്ഞിട്ടുണ്ട്, അതാണ് എനിക്ക് ഓർമ്മയില്ല. പലതും പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ കമന്റ് ഇടുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓർമ്മ വരിക കേട്ടോ. ഹായ് സുഖാണോ? ഞാൻ നെറ്റിലാണ് വീഡിയോസ് ഒക്കെ കാണാറുള്ളത്. എപ്പോ കണ്ടാലും സന്തോഷേ ഉള്ളൂ. കാണുന്നുണ്ടല്ലോ, ഞാൻ അങ്ങനെയാണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ജിനിയുടെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ വീഡിയോ ഒട്ടും ബോറടിക്കൂല പറയുന്നുണ്ട്. താങ്ക് യു. ഉമ്മയും ഉപ്പയും വ്ലോഗ് കാണാറുണ്ടോ? ഉപ്പാക്ക് നോട്ടിഫിക്കേഷൻ വഴി ഫീഡ് വഴി വരുമ്പോ കാണാറുണ്ട്. സെലക്ട് ചെയ്തിട്ടൊന്നും കാണാറില്ല. ഉമ്മ എല്ലാ ദിവസവും സെലക്ട് ചെയ്ത് കാണുകയും ചെയ്യും, കമന്റ് ഇടാറുണ്ട്, ലൈക്കും ഇടാറുണ്ട്. എന്നിട്ട് ഞാൻ ഉമ്മാനോട് പറഞ്ഞു, നിങ്ങൾ ജസ്റ്റ് ഓണാക്കി വെച്ചാൽ മതി, കാരണം നിങ്ങൾ എപ്പോഴും ഞാനിതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കാണുന്നതല്ലേ എന്നൊക്കെ പറയൂട്ടോ. ഞാൻ ഇരുന്ന് കാണുന്നു വേണ്ട എന്നൊക്കെ പറയും. അപ്പൊ ഉമ്മ നീ എന്തൊക്കെയാ സംസാരിക്കണം എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടല്ലേ ഇരുന്ന് കാണുന്നത് എന്നൊക്കെ പറയൂട്ടോ. അതായത് ഞാൻ ഇത്രയും സംസാരിക്കും, ഞാൻ എൻ്റെ ഇത്രയും കാര്യങ്ങളൊക്കെ പറയുന്നുള്ളത് 36, അതായത് ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കാര്യമാണ്. എനിക്ക് ഇത്രയും സംസാരിക്കാനുള്ള കഴിവുണ്ട് എന്ന് പോലും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അത് യൂട്യൂബ് തുടങ്ങിയ പിന്നെ തന്നെയാണ് നമ്മൾ ഇങ്ങനെ സംസാരിക്കാനൊക്കെ തുടങ്ങിയത്. അതിനു മുമ്പ് സംസാരമൊക്കെ ഭയങ്കര കുറവായിരുന്നു. ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കാനും ഒരു പേടിയായിരുന്നു. ഇപ്പൊ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്ത് നല്ല കോൺഫിഡൻറ്റ് ലെവൽ കൂടി. ഇനിയിപ്പോ മണ്ടത്തരാണ് പറയണ വെച്ചാലും എനിക്ക് വലിയൊരു ടെൻഷനൊന്നും ഇല്ല. പണ്ട് നല്ലതാണ് പറയണ വെച്ചാലും ആ പറയണത് അവർക്ക് എന്തായിരിക്കും, അവരെങ്ങനെ എടുക്കും, ഇങ്ങനെയൊക്കെയുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. ഇന്നിപ്പോ ഞാൻ പൊട്ടത്തരം പറയുകയാണെങ്കിലും അത് ഭയങ്കര ധൈര്യത്തോടു കൂടി പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെയുണ്ട്. അപ്പൊ എനിക്ക് എന്തുകൊണ്ട് ഞാനിത് തുടങ്ങിയത്, എനിക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് ഇഷ്ടം പറയാനും ഉള്ളത് കേട്ടോ. അങ്ങനെ കുട്ടി വന്ന് അവനക്ക് ദോശ കാര്യങ്ങളൊക്കെ ചുട്ടുകൊടുത്തു. ഞാൻ പറഞ്ഞു, നീ ഇവിടെ തന്നെ ഇരിക്ക്, എനിക്കാവുമ്പോൾ വേണ്ടി പറഞ്ഞൊക്കെ ദോശ ഉണ്ടാക്കി തരാം, കുക്കിങ്ങും ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അവന് ഇപ്പൊ ലാസ്റ്റ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഞാൻ മീനിൽക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ റെഡിയാക്കി. പിന്നെ ബീഫ് ഉണ്ട് കുറച്ചിരിക്കുന്നുണ്ട്. അപ്പൊ ബീഫ് ജസ്റ്റ് ഒരു സെമി ഗ്രേവി പോലെ ഒരു സംഭവം ഉണ്ടാക്കാന്ന് വിചാരിച്ചു. പിന്നെ മീന് ഫ്രൈ ചെയ്യാനും തക്കാളിയും പച്ചമുളകും വലിയുള്ളിയും ചെറിയുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കുന്നുണ്ട്. കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കണത് കേട്ടോ. അപ്പൊ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഉലുവ വലിയ ജീരകം ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുത്ത ശേഷം തക്കാളി വലിയുള്ളി ചെറിയുള്ളി പച്ചമുളക് ഇതെല്ലാം കട്ട് ചെയ്ത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്തെടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഉപ്പിട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. കളറൊന്ന് മാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ഒരു 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ പൊടികളെ എല്ലാം ഞാൻ ഇവിടെ ഒരു പാത്രത്തിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എരിവുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ, ഇതെല്ലാം കൂടെ ഇതുപോലെ അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. കുരുമുളക് പൊടിയിൽ കുറച്ച് ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച് പൊടിച്ചതാണ്. പിന്നെ കഴുകി വൃത്തിയാക്കിയ ഏകദേശം ഒരു 3/4 കിലോ ബീഫൊക്കെ ഉണ്ടാവുമായിരിക്കും, കറക്റ്റ് അളവ് എനിക്കറിയില്ല. അപ്പൊ അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാൻ എന്തായാലും വെള്ളമൊന്നും ചേർക്കുന്നില്ല. അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ അടുപ്പിച്ചെടുത്തു. കറക്റ്റ് വേവിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 വിസിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക, 2 വിസിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. അപ്പൊ കറക്റ്റായിട്ട് വെന്ത് കിട്ടും. പിന്നെ ചൂരമീനാണ് കേട്ടോ വാങ്ങിച്ചിരുന്നത്. വെള്ളച്ചൂര എന്നാണ് പറഞ്ഞിരുന്നത്. ഇത് വെള്ളച്ചൂര തന്നെയാണോന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞങ്ങൾ ഫസ്റ്റ് ടൈം ചൂര മേടിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും നല്ലോണം ഇഷ്ടമായി. സെക്കൻഡ് ടൈം മേടിച്ചപ്പോൾ ഇനി കുറച്ച് ദിവസത്തിന് ചൂര മേടിക്കണ്ട എന്നുള്ളൊരു അഭിപ്രായമാണ്. കാരണം ചൂരമീൻ ഇവിടെ പൊതുവെ ആർക്കും ഇഷ്ടമല്ല കേട്ടോ. എനിക്കിഷ്ടമാണ്,
എൻ്റെ വീട്ടിൽ ഉമ്മയൊക്കെ പണ്ട് നല്ല കുരുമുളകൊക്കെ ഇട്ടിട്ട് വെക്കുമായിരുന്നു. അതുപോലെ ഞാൻ മുളകിട്ട് വെച്ചപ്പോൾ ഇവർക്ക് ഭയങ്കര ഇഷ്ടമായി, ഉമ്മാക്കും ഉപ്പാക്കൊക്കെ നല്ല ഇഷ്ടമായി. ഈ പ്രാവശ്യം ഞാൻ വറുത്തപ്പോൾ അതങ്ങ് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചൂരമീനിന് ഒരു പ്രത്യേക തരം ചൂരല്ലേ, അതുകൊണ്ടായിരിക്കാം മേ ബി. ഞാനും കുട്ടികളൊക്കെ കഴിച്ചു. ഇനി കുറച്ച് ദിവസം നമ്മൾ ചൂരമീൻ മേടിക്കൂല, കാരണം ഒരു കിക്ക് ഉണ്ട്. അപ്പം നമ്മള് നെക്സ്റ്റ് എന്താണ്, ചോറ് വെച്ചു. അപ്പൊ മീനൊക്കെ നല്ല ഫ്രഷ് മീൻ തന്നെ ആയിരുന്നു കേട്ടോ. ചൂര ആയതുകൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പൊ മഞ്ഞൾപ്പൊടി മുളക് പൊടി ചേർത്ത് കൊടുത്തു, പിന്നെ കുരുമുളക് പൊടിയും ജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തു, ഡ്രൈ മാംഗോ പൗഡർ, ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു, ഇച്ചിരി വെളിച്ചെണ്ണ, കസൂരി മേത്തി, ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു. അത്യാവശ്യം നല്ലോണം മസാല ആഡ് ചെയ്ത് കൊടുത്തു, ചൂര അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാ ഉപ്പ് ഇട്ടിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ലൂസാക്കാൻ വേണ്ടി ഞാൻ ഇച്ചിരിയും കൂടെ ഒന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു. എണ്ണ ഇനി ആഡ് ചെയ്യണ്ട പറഞ്ഞിട്ട്. പിന്നെ ഇതാ ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്ത് നന്നായിട്ട് മസാല അങ്ങോട്ട് പെരട്ടിയാണ് എടുത്തത് കേട്ടോ. ഇനി ഇത് വറുത്തെടുക്കുക, വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താൽ നല്ല ടേസ്റ്റും ആണല്ലോ. ഞാൻ അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇവിടേക്ക് ഒന്ന് എല്ലാ സാധനങ്ങളും എടുത്തതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇവിടേക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കിയ ശേഷം നമുക്ക് എന്താ പറയാ, ബീഫും ചിക്കനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇതാ കുറച്ചും കൂടെ പാത്രങ്ങളൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞാൻ വേസ്റ്റ് വെച്ചേക്കുമായിരുന്നു. അപ്പൊ അതൊന്ന് ജസ്റ്റ് അടക്കാൻ വേണ്ടി ആ മൂടി എടുത്തപ്പോൾ അത് കൊള്ളുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും എടുത്തിട്ട് അടക്കാന്ന് വിചാരിച്ചു ഞാൻ അവിടെയുള്ള പാത്രങ്ങളിലേക്ക് വേഗം കഴുകി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളെ FBയില് നമ്മുടെ ഫ്രണ്ട്സ് കുറേ കമന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമുക്ക് കുറേ ഹാർട്ടും അതും ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട് എന്ന് പറയുന്നുണ്ട്. ഹൈജീനി ഒരുപാട് വണ്ണം കുറക്കണ്ട, ഇപ്പൊ കാണാൻ നല്ല രസമുണ്ട് എന്ന് പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അത് മുഖം ഒന്ന് തടിക്കും. നമ്മള് ഫുഡ് കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുഖം ഒന്ന് തടിക്കും. ഡയറ്റ് എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മുഖം അങ്ങോട്ട് ഒട്ടിപ്പോകും. അപ്പം ഉള്ള ഒരു വ്യത്യാസമാണ് കേട്ടോ അത്. പിന്നെ ഇനി ആണ് ജിനി ഈ ഉള്ളി തന്നെ കിട്ടുന്നത്. ആ കറുത്ത ഉള്ളിയിലെ വല്ലാത്തൊരവസ്ഥയാണ്. അപ്പൊ നമ്മുടെ ബീഫ് കുലയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കേട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ നോക്കിയേ. നമ്മുടെ ബീഫ് അത്യാവശ്യം നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. നല്ല അടിച്ചു മൊരിഞ്ഞ പൊറോട്ട വേണം അതിന്. ഇങ്ങനെ ഫുഡ് കഴിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങനെ ഒന്ന് മൺചട്ടിക്ക് മാറ്റി ഒന്ന് തിളപ്പിച്ചും കൂടി എടുക്കുന്നുണ്ട്. മൺചട്ടിയിലല്ല വെച്ചത്, എന്നാലും കാണുമ്പോ മൺചട്ടിയിലാണ് വെച്ചത് എന്നുള്ള ഒരു നമ്മളെ തന്നെ പറ്റിക്കില്ലേ, അങ്ങനെയുള്ളൊരു സംഭവം. ബീഫൊക്കെ മൺചട്ടിയിൽ വെക്കാൻ നിന്നാലേ അതും ഗ്യാസിൽ മണിക്കൂർ കണക്കിന് എടുക്കും. അപ്പൊ ഞാനിതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം ഓയിലിൽ തന്നെ എല്ലാ മീനും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ഓയിൽ കൂടുതലല്ലേ എന്നൊക്കെ ഒന്നും പറയണ്ട, അത് വറുത്തെടുക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ 2 പാത്രത്തിലോട്ട് മാറ്റി ഇതിന്ന് കുറച്ച് ഓയിൽ ആ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടാണ് ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ബീഫ് ഒന്ന് ഇളക്കുന്നുണ്ട്. കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മല്ലിയില കൊത്തിരിഞ്ഞതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ലപോലെ അടച്ചു വെക്കട്ടെ. എന്തായാലും ചോറും മോരുകറി മട്ടരി ചോറുണ്ടെങ്കിൽ കുശാലായിരുന്നു. അപ്പോ എന്താ പറയാ, ചോറും മോരുകറിയൊക്കെ ആയിട്ട് ഇതങ്ങോട്ട് കഴിക്കാൻ ഭയങ്കര സൂപ്പർ ആയിരിക്കും. ഞാൻ ഇന്നത്തെ ലഞ്ച് ഇങ്ങനെയായിരുന്നു കേട്ടോ. പൊന്നിയരി ചോറാണ് ഇവിടെ ഉള്ളത്, അത് അറിയാലോ. പിന്നെ നല്ല വറുത്തെടുത്ത നമ്മുടെ ചൂരമീനുണ്ട്. പിന്നെ ഇതാ ബീഫ്. എന്താലേ കൊതിയാണ് ഇപ്പോ. പിന്നെ എന്തൊരു കൊതിച്ചാണെന്നൊക്കെ വിചാരിക്കണ്ടാവും നിങ്ങള്. പിന്നെ മോരുകറി, ഒരു രസത്തിന് അപ്പുറത്ത് നമ്മൾ സാലഡ് വെച്ചിട്ടുണ്ട്. സാമ്പാറിന് പിന്നെ നമ്മൾ അങ്ങനെ ഒഴിവാക്കാൻ പറ്റൂലല്ലോ, അപ്പൊ സാമ്പാറും എടുത്തു. മോരുകറിയും ബീഫുമാണ് എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ്. അതായത് മോരുകറി, ബീഫ്, പയറുപ്പേരി, പപ്പടം ഭയങ്കര ഇഷ്ടാ. അപ്പൊ നമ്മുടെ ഉണ്ണിയപ്പം അവിടെ കിടക്കുകയാണ്. ഇതും കൂടെ നമുക്ക് നോക്കണ്ടേ. ബാക്കിയുള്ളത് നമ്മൾ മാവൊക്കെ കൂട്ടി വെച്ചത് മറന്നിട്ടില്ലല്ലോ അല്ലെ. പിന്നെ നെയ്യ് ഉരുക്കി എടുക്കുന്നത് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കളറൊക്കെ മാറി വരട്ടെ. ഏകദേശം ഞാൻ പറഞ്ഞു തരാം എത്രയൊക്കെ മാറി വരണം. അതാ ഇതുപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. മാവ് ഇവിടെ അത്യാവശ്യം പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മള് വറുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഓരോ ചട്ടിയിൽ നെയ്യും എണ്ണയും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഒഴിക്കണത്. ഇച്ചിരി ഉപ്പും കൂടെ ചേർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതില് നമ്മുടെ എല്ലാം ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇത് എണ്ണയും നെയ്യും കൂടിയാണ് കേട്ടോ. ഞാൻ ഇത്രയേ ഉള്ളൂ ഒഴിച്ചു കൊടുത്തുള്ളൂ. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ ചട്ടി നിറയെ അങ്ങനെ എണ്ണ ഒഴിക്കണം. അങ്ങനെയാണ് ശരിക്കും ഉണ്ണിയപ്പം ചൂടേണ്ടത്.
നമ്മൾ പിന്നെ ഉപ്പാക്കും കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചുട്ടെടുക്കണത്. എല്ലാവർക്കും കുറച്ച് ഓയിലില്ലാണ്ട് കഴിച്ചാൽ അത്രയും നല്ലതല്ലേ എന്ന് വിചാരിച്ചു. ഇന്നത് കഴിച്ച പോലെ ആവും ചെയ്തു. ഉള്ളു വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കുമെന്ന് അറിയില്ല, ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. എൻ്റെ ഉണ്ണിയപ്പം പെർഫെക്റ്റ് ഷേപ്പ് എന്നൊന്നും പറയാൻ പറ്റൂല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാൻ. ഫുള്ളായിട്ട് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കണ പോലത്തെ ആ ഉണ്ണിയപ്പം കിട്ടും എന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ മഞ്ഞപ്പൊടി കുറച്ച് ചേർത്ത് കൊടുക്കുത്ര ആ കളർ കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ഇതാ ഉണ്ണിയപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതും ചായയൊക്കെ കൂട്ടി വൈകുന്നേരം ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് വേറെ ലെവൽ തന്നെയായിരുന്നു. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ദിവസം നെയ്യപ്പം ഉണ്ടാക്കണം, ഒരു ദിവസം കൽത്തപ്പം ഉണ്ടാക്കണം. അങ്ങനെ പഴയ ഓർമ്മകളൊക്കെ അങ്ങോട്ട് പൊങ്ങി വരട്ടെ അല്ലേ. നെയ്യപ്പം ഉണ്ണിയപ്പം കൽത്തപ്പൊക്കെ ഉണ്ടാക്കുമ്പോ നമ്മുടെ തറവാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓർമ്മ വരിക. അവിടെ അങ്ങനെ കൊട്ട, ഈ പള്ളിക്കൊട്ട പോലത്തെ സംഭവങ്ങൾ ഉണ്ടാവില്ല, അതിലിങ്ങനെ ചുട്ട് വെക്കുന്ന ഒരു ഓർമ്മയാണ് എനിക്കുള്ളത്. അതിന് ഞാൻ കാർട്ടൂണുകളിൽ കണ്ടിട്ടാണോ പഴയ കഥകളിൽ കണ്ടിട്ടാണോ എന്നറിയില്ല, പക്ഷെ നിറയെ ഉണ്ടായിരുന്നു. നമ്മുടെ കാര്യത്തുമ്മയൊക്കെ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യപ്പൊക്കെ നമ്മൾ വിരുന്ന് പോണ സമയത്തൊക്കെ നല്ല ഒരു നെസ്റ്റ് ഓർമ്മയാണ് കേട്ടോ അതൊക്കെ. അപ്പൊ ഞാൻ ഉണ്ണിയപ്പം ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചത് എല്ലാം കൂടെ ഒരു കുടക്കീഴിൽ വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഞാൻ ജസ്റ്റ് മ്യൂസിക് മാത്രം ഇട്ട് വിടാം, നിങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് കാണുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മുടെ ചാനലൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് പോണതിൻ്റെ ഒരു 2 വ്ളോഗും കൂടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയ വ്ളോഗും കാര്യങ്ങളൊക്കെ, അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫും ഒക്കെ കാണിക്കുക. അവിടുത്തെ ഡേ ഇൻ മൈ ലൈഫ് കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും ചെറിയ വ്ളോഗൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അവിടെ പോയാൽ വലുതൊന്നും ഉണ്ടാവില്ല. എന്നാലും നിങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും വെക്കേഷൻ്റെ തിരക്കിൽ തന്നെ ആയിരിക്കും. പറ്റുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണമെന്നൊരു പ്ലാൻ ഉണ്ട്. പോവുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടമായിക്കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്.